തലസ്ഥാനത്തെ വെളുപ്പണിയിച്ച് ഖദർദാരികളും തൊപ്പിക്കാരും. UDF അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പായതോടുകൂടി തലസ്ഥാനത്തേക്ക് ഖദർദാരികളുടെയും തൊപ്പിക്കാരുടെയും കൂട്ട ഒഴുക്ക് തുടങ്ങിയിരിക്കുകയാണ്. പശ തേച്ച് ഉടയാത്ത ഷർട്ടും മുണ്ടും പോക്കറ്റിൽ ഒരു ചെറിയ ഡയറിയും പേനയുമാണ് കോൺഗ്രസ്സുകാരുടെ വേഷമെങ്കിൽ തലയിൽ തൊപ്പിയും വെള്ള വസ്ത്രവുമാണ് മുസ്ലിം ലീഗുകാരുടെ വേഷം. ഇവരെ നിങ്ങൾക്ക് ട്രെയിനിൽ കാണാം, ബസ്സിൽ കാണാം, ഓട്ടോറിക്ഷയിൽ കാണാം, ലോഡ്ജിൽ കാണാം, ഹോട്ടലുകളിൽ കാണാം. തിരുവനന്തപുരത്ത് ഈ രണ്ടു പേരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് അടുത്ത 5 വർഷത്തേക്ക് തിരുവനന്തപുരത്തെ ഹോട്ടലുകാരും ലോഡ്ജുകാരുമാണ്. ഈ ഹോട്ടലുകളിലും ലോഡ്ജുകളും ഇവരെ കൊണ്ട് നിറയും. ഏതാണ്ട് 1.5 മാസത്തിനകം തന്നെ ഹോട്ടലുകളുടെയും ലോഡ്ജുകളുടെയും സെപ്റ്റിക് ടാങ്കുകളും നിറയും. ഇതാണ് പതിവ്. എന്തിനാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണുള്ളത്. സംസ്ഥാന നേതാക്കന്മാർ മുതൽ ലോക്കൽ നേതാക്കന്മാർ വരെ ഈ കൂട്ടത്തിൽപ്പെടും. ഇവർ ചെറിയ അധികാര ദല്ലാളന്മാരായിട്ടാണ് വരുന്നത്. ഇവർക്ക് അടുപ്പമുള്ള മന്ത്രിയുടെ വസതിയിലേക്ക് എത്തുക എന്നുള്ളതും മന്ത്രിയെ കണ്ട് ഒരു സെൽഫി എടുക്കുക എന്നുള്ളതുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എനിക്കങ്ങ് തിരുവനന്തപുരത്ത് പിടിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാനായി ഇവരുടെ വരവ് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇവരാണ് അധികാര ദല്ലാളന്മാർ എന്ന് പറയുന്നത്. ചെറിയ ആവശ്യങ്ങളായിരിക്കും, പക്ഷേ അത് നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത്തരം സംസ്ഥാന നേതാക്കളുടെയും ലോക്കൽ നേതാക്കളുടെയും കടമയാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അണികളുടെ മുന്നിൽ ഒരു വിലയുണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ കൂട്ടമായി ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്ന് അടിയുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് അവരുടെ അധികാര പ്രയോഗങ്ങളും അവരുടെ നാട്യങ്ങളും അവരുടെ ഇടപെടലും അങ്ങനെയാണ്. ഞാനാണ് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഓരോ മന്ത്രിമാരും പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മന്ത്രിമാരുടെ വസതിയിലും ഇത്തരം വെള്ളക്കൂട്ടങ്ങളെ കാണാം, അതായത് വെള്ള വസ്ത്രധാരികളെ കാണാം. കോൺഗ്രസിന്റെ മന്ത്രിമന്ദിരങ്ങളിൽ ഇത്തരത്തിലുള്ള വെള്ള ഖദർധാരികളെയാണ് കാണുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമന്ദിരങ്ങളിൽ ഈ തൊപ്പിക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശുഭ്ര വസ്ത്രധാരികളായ മൊല്ലാക്കമാരും മുക്രിമാരും അടങ്ങുന്ന സംഘമാണ്. ഇവർ കൂട്ടത്തോടെ തിരുവനന്തപുരത്തേക്ക് ഇതാ വന്നു തുടങ്ങി. ഇനി മന്ത്രിമന്ദിരങ്ങളെ ചുറ്റിപ്പറ്റിയല്ലാതെ മറ്റ് 3 സ്ഥലത്തുകൂടി ഇവരുടെ സാന്നിധ്യമുണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് KC വേണുഗോപാലിൻ്റെ വസതിയിലുണ്ടാകും, രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വസതിയിലുണ്ടാകും, VD സതീശന്റെ ഔദ്യോഗിക വസതിയിലുണ്ടാകും. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, മന്ത്രിമാരുടെ വീടുകളിൽ പോലും അവർക്ക് സ്വസ്ഥത തരാത്ത വിധമാണ് ഇവരുടെ തള്ളിക്കയറ്റം ഉണ്ടാവുക. മുസ്ലിം ലീഗിനാണ് പൊതുമരാമത്ത് വകുപ്പ് ലഭിക്കുക എങ്കിൽ പാലാരിവട്ടം പാലം കേരളത്തിലാകെ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്നു മാത്രമല്ല, നിലവിളക്കിനോടുള്ള അലർജിയും മുസ്ലിം ലീഗ് പഴയതുപോലെ കാണിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അതിനും പുറമെ അധ്യാപികമാരെ പച്ച യൂണിഫോം അണിയിക്കുമോ എന്നുള്ള പഴയ ഓർമ്മയും നമ്മുടെ മുന്നിലുണ്ട്. ഓരോ മന്ത്രിമാരുടെയും ആവശ്യമാണ് ഇത്തരമുള്ള ആൾക്കൂട്ടങ്ങൾ. തങ്ങൾക്ക് ചുറ്റും ഈ വെള്ള വസ്ത്രധാരികളെ അവർക്കും ആവശ്യമാണ്. കാരണം അവർക്കും ഒരു ഗും വേണമെങ്കിൽ ഇത്തരം വസ്ത്രധാരികൾ തങ്ങൾക്ക് ചുറ്റും ഇടിച്ചു കയറി നിൽക്കണം. തങ്ങൾ അത്രയും ഡിമാൻഡിങ് ആണ് എന്ന് വരുത്തി തീർക്കാൻ മന്ത്രിമാർക്കും ഇവരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു പരസ്പര സഹകരണ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതായത് വെള്ള വസ്ത്രധാരികൾ മന്ത്രിമാർക്ക് ചുറ്റും കൂടുന്നു. മന്ത്രിമാരെ സംബന്ധിച്ച് അവർക്ക് ഈ ചുറ്റും കൂടൽ അനിവാര്യമാണ്. 2 പേർക്കും തങ്ങളുടെ അധികാരം കാണിക്കാനുള്ള ഒരു അവസരമായി മാറുകയാണ്. ഇനി വരുന്ന 5 വർഷം ഈ വെള്ള വസ്ത്രധാരികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടാകും, സെക്രട്ടേറിയറ്റിൻ്റെ അകത്തുണ്ടാകും, മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുണ്ടാകും, മന്ത്രിമാരുടെ സ്വകാര്യ വസതിക്ക് മുന്നിലുണ്ടാകും. അങ്ങനെ എവിടെ നോക്കിയാലും തിരുവനന്തപുരത്ത് ഈ വെള്ള വസ്ത്രധാരികളായിരിക്കും ഉണ്ടാവുക. എന്ന് മാത്രമല്ല, നിങ്ങൾ ദീർഘദൂര ട്രെയിൻ യാത്രക്കാരോ KSRTC യാത്രക്കാരോ ബസ് യാത്രക്കാരോ ആണ് എങ്കിൽ നിങ്ങളുടെ സഹയാത്രികരായി ഈ വെള്ള മാടപ്രാവുകൾ ഒപ്പമുണ്ടാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.